വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഈശോയെ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. സമൂഹം കൽപ്പിച്ച് നൽകിയ അതിർവരമ്പുകളോ മതചിന്തകളുടെ വിലങ്ങുകളോ ഒന്നും ഈ സ്ത്രീകളെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. ഒരുപാട് നൂലാമാലകളുള്ള ഒരു സമൂഹത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത്. അവിടെയും ക്രിസ്തുവിനോടുള്ള സ്നേഹവും ക്രിസ്തുവിനോട് കൂടെ ആകുവാനുള്ള ആഗ്രഹവുമൊക്കെ അവർ സാധ്യമാക്കുന്നുമുണ്ട്, അവർക്ക് അനുഗ്രഹമാവുന്നുണ്ട്. പലപ്പോഴും നാമൊക്കെ പിഞ്ചൊല്ലേണ്ട ആശയങ്ങളെയും അനുഗമിക്കേണ്ട വ്യക്തികളെയും ഒക്കെ എത്രയോ നിസ്സാരമായ കാരണങ്ങളുടെയും അസൗകര്യങ്ങളുടെയും പേരിലാണ് നാമൊക്കെ ഒഴിവാക്കുന്നത്. നമ്മൾ ധ്യാനിക്കണം, ചിലയിടങ്ങളിലൊക്കെ എന്താണ് എൻ്റെ പ്രയോറിറ്റി, എൻ്റെ മുൻഗണന എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ തടസ്സമാകാൻ സാധ്യതയുള്ള ചെറിയ തടസ്സങ്ങളെയും ചെറിയ നിയമങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് എൻ്റെ ജീവിതത്തിൽ നന്മ എന്താണോ, എനിക്ക് എവിടെയാണോ സന്തോഷവും സമാധാനവും ഉണ്ടാവുക, മറ്റുള്ളവർക്ക് സങ്കടത്തിൻ്റെ കാരണമാകാത്ത എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളിടയിലേക്ക് ഞാൻ യാത്രയാകണമെന്നാണ് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുക. നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് കൂടെ ഇരിക്കേണ്ടവൻ്റെ കൂടെ ഇരിക്കുവാനും അനുഗമിക്കേണ്ടവനെ അനുഗമിക്കുവാനും അതിന് തടസ്സമാകുന്ന അനുവദിക്കാത്ത എല്ലാത്തിനെയും ഉപേക്ഷിക്കുവാനുമൊക്കെ നാം ഒരുപാട് ധൈര്യം കാണിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ കൂടെയാകുവാൻ ഇരുകരങ്ങളും നീട്ടി നമ്മളെ കാത്ത് ഈശോ ഇരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ അതിന് തടസ്സമാകുന്നവയൊക്കെ വിട്ടുപേക്ഷിക്കുവാനായിട്ട് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോ ജീവിച്ചിരുന്ന കാലത്ത് സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെയും ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി ഈശോയെ അനുഗമിച്ച സ്ത്രീകളെയാണ് നാം ഇന്ന് ധ്യാനിക്കുക. നമുക്കിന്ന് ഒരുപാട് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. അവൻ്റെ കൂടെയാകുവാൻ ഒരുപാട് സാധ്യതകൾ സമ്മാനിക്കപ്പെട്ടിട്ടും അവയെ തിരസ്കരിക്കുന്ന എത്രയോ ജന്മങ്ങളും ജീവിതങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ ജീവിത ഇടങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെയാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.